ഹായ് ഹലോ, നമ്മളിന്നൊരു വാട്ട ഈറ്റിനിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ കാലത്ത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദോശയും ചട്നിയാണ്, കൂടെ തന്നെ നമുക്ക് ചായയുണ്ട്. അപ്പോൾ അബിക്കുട്ടനെ സ്കൂളിലാക്കിയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അബിക്കുട്ടന് 8:30 ആകുമ്പോൾ ബസ് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചിപ്സ് ഇരുന്നു, അത് കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ. ഇനി അബിക്കുട്ടനെ വൈകുന്നേരം 4 മണിക്ക് മടങ്ങി വരുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് സൈഷേട്ടൻ ചോറ് കഴിക്കാൻ വരും കേട്ടോ വീട്ടിൽ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് എന്ന് വെച്ചാൽ ചോറ്, പിന്നെ ചാളമീനാണ് കിട്ടിയത്, അത് തേങ്ങ വറുത്തരച്ച് വെച്ചു. പിന്നെ മീൻ വറുത്തുണ്ടായിരുന്നു. ഇത് അബിക്കുട്ടൻ കൊണ്ടുപോയ പരിപ്പ് കറിയാണ് കേട്ടോ. പിന്നെ മാങ്ങാച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് സൈഷേട്ടൻ ചോറ് കഴിച്ചു. എന്നിട്ട് സൈഷേട്ടൻ അടുത്ത തിരികെ ജോലിക്ക് പോകാൻ പോവുകയാണ്. എന്നിട്ടാണ് ഞാൻ കഴിച്ചത്. 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ചോറ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അബിക്കുട്ടനെ വിളിക്കാൻ പോയി. 4 മണിയൊക്കെ ആയപ്പോൾ അബിക്കുട്ടൻ്റെ സ്കൂൾ ബസ് വന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അബിക്കുട്ട ഫ്രഷായി. ഞാൻ ചായ ഇടാൻ പോയിരിക്കുന്നു. അപ്പോഴത്തേക്കും അബിക്കുട്ടൻ്റെ കൂട്ടുകാരിയും വന്നു, ദിയ എന്നും വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ വരാറുണ്ട്. വന്നിട്ട് കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ വീട്ടിൽ പോകും കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കായിട്ടാണ് ഞാൻ ചായ ഇടാൻ പോയത്. അപ്പോൾ രണ്ടുപേരും ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായക്കുന്ന ബിസ്ക്കറ്റും പിന്നെ ഇങ്ങനൊരു മഞ്ഞ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് കഴിച്ചു. അബിക്കുട്ടനും ദിയയും ചായ കുടിച്ചിട്ട് അവർ കളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഇനി സന്ധ്യയായി, വിളക്ക് കത്തിച്ചിട്ട് ദിയ തിരികെ വീട്ടിലേക്ക് മടങ്ങി പോകാറുള്ളൂ. അങ്ങനെ വൈകുന്നേരത്തെ വിശേഷം കഴിഞ്ഞു. പിന്നെ രാത്രിയായപ്പോൾ നമുക്ക് ഫുഡ് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. ടാറ്റാ.